ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായി കോണ്ടാക്റ്റ് വന്നാൽ എത്ര ദിവസം വരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഇന്ന് പോസിറ്റീവ് ആവുന്ന വ്യക്തി എത്ര ദിവസം മുമ്പ് വരെയുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളൊരു കാര്യം നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷണം എന്നാണ് വരുന്നത് എന്നുള്ളതാണ്. എന്താണ് ലക്ഷണങ്ങൾ? പനി, ചുമ, അതുപോലെ തന്നെ മണം കിട്ടാതിരിക്കുക, സ്വാദ് കിട്ടാതിരിക്കുക, വയറിളക്കം, ശ്വാസം മുട്ടൽ, ഇതുപോലുള്ള ഏതെങ്കിലും ലക്ഷണം ഉണ്ടാവുന്നു. അതിന് മുന്നോടിയായിട്ട് ഒരു 5 ദിവസം വരെയാണ് മറ്റുള്ളവരിലേക്ക് പകർത്തുന്നത്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ 3 ദിവസം വരെയാണ് പകർത്തുന്നത്, പക്ഷെ മാക്സിമം 5 ഡേയ്സ് വരെയാണ് പകർത്തുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ് നമുക്ക് ലക്ഷണം ഉണ്ടാവുന്നെങ്കിൽ ശനിയാഴ്ച, വെള്ളിയാഴ്ച, അതുപോലെ വ്യാഴാഴ്ച, ബുധനാഴ്ച, പിന്നെ ചൊവ്വാഴ്ച വരെ ഞാനുമായിട്ട് അടുത്തിടപഴകിയ വ്യക്തികൾ. എന്തൊക്കെയാണ് അടുത്തിടപഴകുന്നത്? നമുക്കൊരു 10 മിനിറ്റിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ഇടപഴകിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാസ്ക് ധരിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടഞ്ഞ ഒരു മുറികളിലാണ്. ഈ സാഹചര്യത്തിലാണ് നമുക്ക് പകരാനുള്ള സാധ്യത കൂടുതൽ. ഇതൊന്നുമില്ല, ഒരു തുറസായ സ്ഥലത്താണ്, 10 മിനിറ്റിൽ താഴെയാണ്, അതുപോലെ മാസ്കുകൾ നിങ്ങൾ വ്യക്തമായി ധരിച്ചിട്ടുണ്ടെങ്കിൽ ചാൻസ് വളരെ കുറവാണ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പല ആളുകളുടെയും ടെൻഷൻ അവിടെ ഒഴിവാകുകയാണ്. ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ വീണ്ടും ഇതേ ചോദ്യം വരുന്നതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണോ ലക്ഷണം ഉണ്ടാവുന്നത് അതിന് മുന്നോടിയായിട്ട് 3 ദിവസമാണ് സാധാരണ രീതിയിൽ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. പക്ഷെ മാക്സിമം 5 ഡേയ്സ് എന്ന് ആലോചിക്കുക. 5 ഡേയ്സിന് മുകളിലോട്ട് വരാറില്ല. സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോളും പറഞ്ഞിരിക്കുന്നത് 5 ദിവസം മുന്നോട്ടാണ് ലക്ഷണങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, പോസിറ്റീവായിട്ട് വ്യക്തിയാണെങ്കിലോ? നമുക്ക് പോസിറ്റീവ് അറിയില്ല, നമുക്ക് എന്നോ ടെസ്റ്റ് ചെയ്യുന്നു. ചിലപ്പം ലക്ഷണം ഉണ്ടായി 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ശേഷം ലക്ഷണം ഉണ്ടാവുന്നതിന് മുമ്പ് ചിലവരിൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ടും നമുക്ക് പറയാം. ഇപ്പോൾ 2 രീതിയിലെടുക്കാം. അതായത് ലക്ഷണം ഉണ്ടായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കുക. എന്നാണോ ലക്ഷണം ഉണ്ടായത് അതിന് 5 ദിവസം മുമ്പ് വരെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് എന്നോ നിങ്ങൾ ചെയ്തോട്ടെ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാണോ ലക്ഷണം ഉണ്ടായത് അതിന് മുന്നോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ വെറുതെ ചെയ്തപ്പോൾ നമ്മൾ ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ വ്യക്തി ചുമയ്ക്കുന്നില്ല, തുമ്മുന്നില്ല, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. എസിംറ്റമാറ്റിക് ട്രാൻസ്മിഷൻ ഇതിനുണ്ടെങ്കിൽ പോലും വളരെ കുറവാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏതൊരു വ്യക്തിയുമായി നിങ്ങൾ ഇടപഴകുമ്പോൾ സാമൂഹ്യ അകലം കീപ്പ് ചെയ്യണം. കാരണം ആരിൽ നിന്നും ചെറുതായിട്ട് പകരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയില്ലല്ലോ ആർക്കാണ് ലക്ഷണമുണ്ട്, ആർക്ക് ലക്ഷണമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇരിക്കുന്ന റൂമിൽ വെന്റിലേഷൻ തുറന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, മാസ്കുകൾ കൃത്യമായി ധരിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ഇത്തരം ഗ്യാപ്പ് കീപ്പ് ചെയ്യുക. ഇത് കൃത്യമായി പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇനി അടുത്തൊരു ചോദ്യം ധാരാളം ആളുകളിലുള്ളതാണ്, എത്ര ദിവസമാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് പകരുന്നത് എന്നുള്ളത്. അത് അറിഞ്ഞിരിക്കേണ്ടത് 15 ദിവസം മൊത്തം. എത്ര ദിവസം? 15 ദിവസം മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 ദിവസം മുന്നോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അതായത് എന്നാണോ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് അതിന് 5 ദിവസം മുന്നോട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് എത്ര ദിവസമായിരിക്കും? 10 അല്ലെങ്കിൽ 11 ദിവസം. അപ്പോൾ 10 മുതൽ 11 ദിവസം മാത്രമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 to 5 ഡേയ്സ് ആണ് നമ്മൾ സിംറ്റം ഉണ്ടാവുന്നതിന് മുമ്പ് സ്പ്രെഡ് ആവാനുള്ള സമയം. മറ്റേതാണെങ്കിൽ ഒരു 9 to 11 ഡേയ്സ് എന്ന് ഓർത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സിംറ്റം ഉണ്ടായതിനു ശേഷം ഒരു 9 മുതൽ 11 ദിവസം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലക്ഷണത്തിനാണ്. എന്നാണോ ലക്ഷണം ഉണ്ടാവുന്നത് അതിനു മുന്നേ ഒരു 3 മുതൽ 5 ദിവസം വരെ മറ്റുള്ളവരിലേക്ക് പകരാം. അതിനുശേഷം ഒരു 9 മുതൽ 11 ദിവസത്തേക്ക് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 ദിവസവും കൂടെ എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കാം. കാരണം നമ്മുടെ കുടുംബാംഗങ്ങളാണ്, നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള അച്ഛനോ അമ്മയൊക്കെ കാണും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ലക്ഷണം ഉണ്ടായിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരില്ല എന്ന് നമ്മൾ പണ്ട് മുതലേ പറയുന്നു. ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൻ്റെ 432ാമത്തെ വീഡിയോയും 411ാമത്തെ വീഡിയോയിലെല്ലാം ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ സിംഗപ്പൂർ നടത്തിയ പഠനത്തിലും മലേഷ്യയിൽ നടത്തിയ പഠനത്തിലും ചൈനയിൽ നടത്തിയ പഠനത്തിലും എല്ലാം കിട്ടിയ റിസൾട്ട് ഇത് തന്നെയാണ്. അതായത് ലക്ഷണം ഉണ്ടായതിന് 3 ദിവസം മുതൽ 5 ദിവസം വരെ മറ്റുള്ളവരിലേക്ക് പകരാം. ലക്ഷണം ഉണ്ടായതിനു ശേഷം ഇത്രയും ദിവസം മാക്സിമം 15 ദിവസമാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് കൊച്ചു കുട്ടികളുണ്ട് അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അത് നമ്മൾ 460ാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കോവിഡ് പോസിറ്റീവായി
നിങ്ങൾ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മറ്റുള്ളവരായിട്ട് ഇടപഴകാമോ, ആ കാര്യങ്ങളെല്ലാം 460ാമത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇത് സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ മെയ് 4-ാം തീയതി എന്നോ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ധാരാളം ആളുകളുടെ മനസ്സിൻ്റെ ഒരു പേടിയാണ് എത്ര ദിവസം മറ്റുള്ളവർക്ക് പകരും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വ്യക്തിയുമായി കോണ്ടാക്റ്റ് വന്നാൽ എത്ര ദിവസം മുന്നേ ഞാൻ ക്വാറന്റൈനിൽ പോകണം, ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആരുമായിട്ടോ കോണ്ടാക്റ്റ് വന്നോട്ടെ, നിങ്ങളുടെ കോണ്ടാക്റ്റ് 10 മിനിറ്റിൽ താഴെ നിർത്തുക. നിങ്ങൾ സംസാരിക്കുന്ന ഏരിയയിൽ വെന്റിലേഷൻ ഉറപ്പുവരുത്തുക. നിങ്ങൾ ധരിക്കേണ്ട മാസ്കുകൾ ഒരു ആൾക്കൂട്ടത്തിലാണെങ്കിൽ സർജിക്കൽ മാസ്ക് എങ്കിലും ധരിച്ചിരിക്കണം. ഇത് കൃത്യമായി പാലിച്ചു പോവുക. കൈകൾ അണുവിമുക്തമാക്കാതെ മുഖത്ത് കൊണ്ടുവരാതിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് അസുഖം വരാതെ നമുക്ക് വീട്ടിൽ ഈ അസുഖത്തിന് എത്തിക്കാതെ നമുക്ക് നോക്കാനായിട്ട് കഴിയും. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ മാത്രം മതി. ഓക്കെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് വളർന്നു വരുന്നതായിരിക്കും. ടേക്ക് കെയർ.